വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രീ ഹൗസിൻ്റെ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് ലാഗ് അടിച്ച് കട്ടായി പോയി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗൈസ് നമ്മുടെ ട്രീ നല്ലപോലെ വളർന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ സ്പ്രൂസിൻ്റെ അതൊക്കെ ഇതിലേക്ക് ഇട്ടേക്കാം ഗൈസ്. നമുക്ക് കാണാൻ പറ്റുന്ന ഗൈസ് നമ്മുടെ അടിയിലേക്ക് മതി. ഓവറായിട്ട് നമുക്കിനി ലാഗ് വരും, ലാഗാവും. പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ ട്രേഡിങ് ഹാൾ ഈ ഗെയിമിൽ ഉണ്ടാവില്ല. സാരമില്ല, നമുക്കില്ലേ ഇരുന്ന് വേറെ ബ്ലോക്ക് വെക്കാം. വെറുതെ ആവട്ടെ. അല്ല, കുറച്ച് പഴക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഡെക്കറേറ്റ് ആകട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ടലിൽ ബേസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമുക്കിനി നെതർ ഹബ്ബ് പണിയാം. ഓക്കെ ഗൈസ്, അങ്ങനെ എത്തിയിട്ടുണ്ട്. അതിനെന്താ കഥ? നെതർ ഹബ്ബ് ഏറ്റവും അടിയിലല്ലേ? നെതർ ഹബ്ബ് ഏറ്റവും അടിയിലാണ് നെതർ ഹബ്ബ്. ഗൈസ് എനിക്കിങ്ങനെ ഓടാൻ അറിയില്ല ഗൈസ്. ഡോർ എടുക്കട്ടെ. ഫുള്ള് ക്രീപ്പർ മാമം വല്ലതും വന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഓജാങ്കും മൈൻക്രാഫ്റ്റ് ഇവിടെ. അയ്യോ, ഇതെന്തിനാ ലാഡർ? എനിക്ക് ഈ വട്ടം നമുക്കൊരു ഇവിടെയാണ് ഗൈസ് നമ്മൾ വീടുണ്ടാക്കാൻ പോകണം. നമ്മുടെ ട്രേഡിങ് ഹാൾ അതൊക്കെ ഉണ്ടാക്കാൻ. അതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് എടുത്ത് വെക്കണം ഗൈസ്. ചെസ്റ്റ് എവിടെ? ട്രാപ്ഡ് ചെസ്റ്റ് ഉണ്ട്, സാധാ ചെസ്റ്റ്. ട്രാപ്ഡ് ചെസ്റ്റിൻ്റെ അടി ടീൻ്റെ വരുമ്പോൾ എല്ലാം കൂടെ പൊട്ടിക്കും. ഇത് മതി ഗൈസ്. അവിടെ വെച്ചോ. പെട്ട് ഗൈസ് നമ്മൾ നേരിയ വെക്കാം. ഡബിൾ ചെസ്റ്റ് ആണ് ഗൈസ്. ലാഡറാ. ഓക്കെ, സെറ്റ് ഗൈസ്. നമുക്ക് അടച്ചേക്കാം ഗൈസ്. അത് നമുക്ക് പഴകിയല്ലേ നമ്മുടെ. നമുക്കിനി നമ്മുടെ മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേരെന്തായിരുന്നു? ഒബ്സീഡിയൻ അല്ല ഗൈസ്, ഈ സാധനം എവിടെ? ഫർണൈസ് എടുക്കണം. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഒരു ഫർണൈസ്, പിന്നെ ഒരു ഈ സാധനം ആൻവിൽ സാധനം ആനൊരു. പിന്നെ ഈ സ്റ്റോൺ കട്ടർ എന്തിനാണാവോ എന്തോ. സ്റ്റോൺ കട്ടർ തന്നെയല്ലേ? ഇത്ര ഐറ്റംസ് ഗൈസ് നമുക്കില്ലേ ഇവിടെ 2-3 വെക്കാം. ഇവിടെ സ്റ്റോൺ കട്ടർ തിരിഞ്ഞോയ സ്റ്റോൺ കട്ടർ അങ്ങനെ ഇരിക്കത്തുള്ളൂ ഗൈസ്. പിന്നെ ഫർണൈസ്, പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഈ സാധനം ആൻഡ്വില് ഗൈസ്. ഇതെന്താ പടക്കം പൊട്ടണേണ് ഗൈസ് ഇവിടെ. പിന്നെ നമ്മുടെ കാനോണ്. ഇനി ഇവിടെ വെള്ളം വേണം ഗൈസ്. അതിന് വേണ്ടി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എടുത്തിട്ട് വെള്ളം എടുക്കാം. എന്നിട്ട് ആ കാനോണിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് വെച്ചേക്കാം ഗൈസ്. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇവിടെ വെക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുക. ഈ സാധനം എടുത്ത് സ്റ്റോൺ കട്ടർ വെച്ച് ഉപയോഗമൊന്നുമില്ലല്ലോ, അതിനെ മണ്ടക്കേറ്റി വെച്ചേക്കാം. എന്താ സാധനം ഇത് ഗൈസ്? ഇതിൻ്റെ പേരാണ് എന്തോ സാധനം. നമുക്ക് കുറച്ച് ഇരുട്ടൊക്കെ വേണം. നമ്മൾ പണ്ടേ ഇത് ലൈറ്റുള്ള സാധനമാണ് ഗൈസ്. അതന്നെ കുറച്ചും കൂടെ പഴക്കം പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റോൺ കട്ടറൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചു. അല്ല, കുറച്ചും കൂടെ പഴക്കം പിടിപ്പിക്കാൻ നമുക്ക് ഈ സ്റ്റോൺ വെച്ചേക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ചും കൂടെ പഴക്കം പിടിപ്പിക്കും. എനിക്ക് ഇവിടെയും കൂടെ ഒരു ബുദ്ധി. ഇപ്പോൾ ഓക്കെ ഇല്ലേ? എല്ലാ സ്ഥലത്തും ഇല്ലേ? നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷവർ മൊത്തം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു നെതർ പോർട്ടിലേക്ക് നെതറിക്കാം. ഇനി അവിടെ ഇനി ഹബ്ബ് പുള്ളിയുടെ തല പോച്ച പരിപാടിയാണ്. ശരിയാണ് ഗായ്സ്. അവിടത്തൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് അതിന് മുമ്പ് തന്നെ ഒരു വാളും അതൊക്കെ എടുത്തോണ്ട് പോവാം ഗൈസ്. വാളിൻ്റെ ആവശ്യമില്ല, ഇത് ക്രിയേറ്റീവ് അല്ലേ, സർവൈവൽ ആവശ്യം. കാര്യത്തൊക്കെ നമുക്ക് ഒബ്സീഡിയൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മറ്റേ തീ കത്തിക്കണ സാധനവും വേണം, ഒബ്സീഡിയനും വേണം ഗൈസ്. സാധനമാണ്. ഈ സാധനം വേണ്ട. നെതർ ബ്രിക്കും
ഒബ്സീഡിയൻ, പിന്നെ തീ തീ കത്തിക്കാൻ സാധനവും, പിന്നെ വീട്ടിലൊരു സാധനം വെക്കാൻ മറന്നു ഗൈസ്. എന്തോന് നമ്മൾ ക്ലോക്ക് വെക്കാൻ മറന്നു. ഇവിടെ ഒരു ക്ലോക്ക്, ഇവിടെ ഒരു ക്ലോക്ക്, ഇവിടെ 4 ക്ലോക്ക് ഉണ്ട്. ഇപ്പം നൈറ്റാണോ രാവിലെയാണെന്ന് അറിയാൻ പറ്റില്ല. വെള്ള നൈറ്റ്, ഇനിയും സാധനങ്ങൾ എടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു നമുക്ക് ലൈറ്റ് എത്തുന്ന സാധനത്തിൻ്റെ പേരൊന്നും, ഈ സാധനം ഗ്ലോഡ് സ്റ്റോൺ. ഇത്ര മതിയല്ലേ? ഇതൊക്കെ പേരാണ് ഗ്ലോഡ് സ്റ്റോൺ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയില്ലേ തല ഒന്ന് മാറ്റി വെക്കാം. ഗായ്സ് നമ്മുടെ തല കാണിച്ചു തന്നോ നിങ്ങൾക്ക് ഞങ്ങളുടെ തല കാണിച്ചു തന്നോ ഗായ്സ്? നിങ്ങൾക്ക് ഞങ്ങളുടെ തല കാണിച്ചു തന്നോ ഗായ്സ്? 3rd person വ്യൂ ഗായ്സ്. ഞങ്ങളുടെ തല നിങ്ങൾ കാണുന്നുണ്ടോ തല കണ്ടോ ഗായ്സ്? തല ഗായ്സ് ഓപ്ഷൻസ് ഇപ്പോട്ട് നമുക്ക് ഡിഫിക്കൽട്ടി ഇതിലിട്ടോ. അതുപോട്ടെ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് റെൻഡർ ഡിസ്റ്റൻസ് ഇത്തിരി കൂട്ടിയിടാം ഗൈസ്. ഓക്കെ ഗായ്സ്, നമ്മുടെ തല നിങ്ങൾ കണ്ടല്ലോ. റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടാൽ നമുക്ക് എത്ര ദൂരമുള്ള സാധനം കാണാൻ പറ്റും. അവിടെ വരെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് എനിക്ക്. ഗൈസ് നമുക്ക് ലൈറ്റ് ബ്ലോക്ക് അങ്ങോട്ട് വെച്ചേക്കാം. കുറച്ച് വെട്ടം വെളിച്ചൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് മറ്റേ നെതർ പോർട്ടൽ ഉണ്ടാക്കാം ഗൈസ്. നെതർ പോർട്ടലിലൊക്കെ റിയൽ ലൈഫിൽ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാ. നമുക്ക് നാളെ പോയിട്ട് റിയൽ ലൈഫിൽ നെതർ പോർട്ടൽ ആനമുട്ട ഗൈസ് ഉണ്ടാക്കാൻ പറ്റൂല ഗൈസ്. ലൈറ്റും വെക്കണം ഗൈസ്, ഇല്ലേ പെടും ഗൈസ്. നമുക്ക് ഒന്നും കാണാൻ പറ്റൂല ഈ നെതർ പോർട്ടലുള്ളതുകൊണ്ട്. ലൈറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാലോ. നെതർ പോർട്ടലിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്തേക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഈ 4 മരപ്പീസ് മാറ്റിട്ടോ. അവിടെ ഒരെണ്ണം കൂടെ. ഇപ്പൊ കുറച്ചും കൂടെ വലിച്ചു. അത് നെതറിൽ ഏത് കാട്ടിലാണോ സ്പോണം? നല്ല സ്ഥലത്താണ്. നമ്മ നല്ല സ്ഥലത്ത് തന്നെ സ്പോണായേ. നീ പോയില്ലേ? അടുത്ത നെതർ പോർട്ടൽ വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു സൈൻ ബോർഡും കൂടെ വേണം. വരുന്നു സൈൻ ബോർഡ് ഇവിടെ നമുക്ക് എഴുതി വെക്കണം. ബാടെ എഴുതാണ് സാധനമേ. HAMA എന്നിട്ട് എഴുതാണ് സാധനം. മഞ്ഞില്ല ബാവാ, മഞ്ഞില്ലല്ലോ. എഴുതാണ് സാധനം വരാത്തെന്താ? HAMA എന്നിട്ട് ട്രീ ഹൗസ് ഇടാ. ട്രീ ഹൗസിലോട്ട് പോകണ പോലത്തല്ലേ ഇത്? ട്രീ ഗൈസ്, അത് ട്രീ ഹൗസ് ആണ്. അത് നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. ട്രീ ഹോം ഇടാം. ഹോമാ ഓക്കെ, സെറ്റ് ചെയ്ത് തന്നെ മതി. ഓക്കെ, ട്രീ ഹോം. മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ വേൾഡിൻ്റെ സ്പോണ് നമുക്ക് പുറത്തോട്ട് പോകാൻ ഐഡിയുണ്ട്. കുറച്ചുകൂടെ ഡെക്കറേറ്റ് ആയിക്കോട്ടെ. നമുക്ക് ഡെക്കറേറ്റ് ഉള്ള കാരണം നമുക്ക് ഇപ്പം എവിടെ ഓട്ട വേണമെങ്കിലും പൊളിക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഡെക്കറേറ്റ് ആയിക്കോളും. നമുക്ക് മരം വെട്ടണ്ടേ സർവൈവലാക്കുമ്പോൾ? അപ്പം ടൈഗ ഫോറസ്റ്റിലൊരു പോർട്ടൽ വെച്ചേക്കാം. കുറച്ച് ദൂരത്ത് പോയിട്ട്, അല്ലെങ്കിൽ മറ്റേ പോർട്ടലിലോട്ട് ലിങ്ക് ആക്കും. ടൈഗ ഫോറസ്റ്റിൽ ഇത് ഇവിടെ ഇട്ട് പോർട്ടൽ വെച്ചാൽ നമ്മുടെ വീട് കാണാൻ പോകും. ഗൈസ് എന്ത് ലുക്കല്ലേ ഇവിടെ നോക്കുമ്പോൾ. മുകളിൽ ഗൈസ് അത് റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ടെന്ന് അല്ലേ? യെസ് ഗൈസ്, ഈ ഫോണില്ലേ ശരിക്കും റയർ സാധനം ഉണ്ടല്ലോടാ. ഇങ്ങനെ വിചാരിക്കും അത് സീറം വെച്ച് പിടിച്ചു വരും. ഇല്ല ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കും ക്രിയേറ്റീവ് ആക്കിയിട്ട് വെച്ചാൽ പോകണം. ഏത് കാട്ടിപ്പോ തിരിച്ച് ഈ പൊട്ടൽ നമുക്കൊന്ന് പൊട്ടിച്ചേക്കാം ഗൈസ്. വെയിറ്റ് ചെയ്യേ. ഇങ്ങനെയല്ല എല്ലാവരും.
ഇവിടെ ഉണ്ടാക്കിയ പോർട്ടൽ കുറച്ച് ദൂരം വെക്കണം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടാക്കാം ഗൈസ്. ഈ സാധനം എടുത്ത് കാട്ടിക്കളയട്ടെ ഗൈസ്. നമുക്ക് ഈ സാധനം എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് കുറച്ചും കൂടെ റെൻഡർ ആകാത്ത അങ്ങ് ദൂരെ കൊണ്ടുപോയി നമുക്ക് ഈ പോർട്ടൽ സെറ്റ് ചെയ്യാം ഗൈസ്. അങ്ങ് ദൂരെ യെസ്. നമ്മളിത് ഇനി കളിക്കാൻ പോകണമെന്ന് നമ്മൾ ഈ വേൾഡ് ആയിരിക്കും ഗൈസ്. ആ വേൾഡ് അങ്ങോട്ട് അയ്യോ എൻ്റെ വീട് എവിടെ? അങ്ങോട്ട് കാണില്ല. തൽക്കാലത്തൊക്കെ നമുക്ക് ഇവിടെ ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മരത്തിന് ഒരു ക്ഷാമവും ഇല്ലാണ്ടായിട്ടുണ്ട്. ക്ഷാമല്ല കാമം ഗൈസ്. ചാടിയേ. ഇത് ആ സ്ഥലം തന്നെ അല്ലേ ഈ സ്ഥലം? നമ്മുടെ പറ്റിയ സ്ഥലം തന്നെ. ആ നമ്മുടെ വീടിൻ്റെ അടിയിൽ കൊണ്ടുവന്നു. ആടെ ഇത് മതി. എടാ വീടിൻ്റെ അടിയിൽ കൊണ്ടുവന്ന നല്ല കാര്യമല്ലേ? അപ്പോൾ വീടിൻ്റെ മുകളിലോട്ട് അങ്ങനെ പോകും. അത് നമ്മൾ കയറി പോവും. ഗൈസ് ഈ ബ്ലോക്ക് എന്താണ് ഗൈസ്? എനിക്കറിയില്ല. ഇതിൻ്റെ പേരാണ് നെതർ ബ്രിക്ക്. മറ്റേ ഫോർട്രസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ മൈൻക്രാഫ്റ്റ് പോലത്തെ ഇങ്ങനത്തെ ഗെയിംസിലൊക്കെ. ഫോർട്രസ് അവിടെ ആ ഫോർട്രസ് ബിൽഡിക്കണ ഈ സാധനം നെതർ ടീമിലത്തെ സാധനം വെറുതെ അല്ല ഇങ്ങോട്ടേക്ക് വരാനാണ്. ഇവിടെ ട്രീ ഹൗസ്. ഇനി നമുക്ക് ഈ സ്ഥലം ലങ്ങ് ദൂരേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്ക് പണി തുടങ്ങാം. നെതർ ഫോർട്രസ് റൗണ്ട് ഷേപ്പ് ഓഫ് നെതർ ഫോർട്രസ്. നെതർ ഫോർട്രസ്സാണ്. ഞാൻ ഇങ്ങനെ നെതർ ഹബ്ബ് പറഞ്ഞിട്ട് ഫോർട്രസ് ആയിട്ടല്ല. ഇതാണ് തല നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ടൈഗ ഫോർ മറ്റേ ഏതെങ്കിലും ഒരു മരം വെട്ടാൻ പറ്റിയ നല്ലൊരു പ്ലെയിൻ സ്ഥലം കിട്ടണമെങ്കിൽ അവിടെയാണ് നമ്മുടെ മരം വെട്ട് ശാല. അങ്ങനെയും പറയും അല്ലേടാ? എനിക്ക് മനസ്സിലായില്ല. ആർക്കും മനസ്സിലാവില്ല. ഇങ്ങനെ വെച്ചേക്കണം. ഇത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ അറ്റം വരെയും കൊണ്ടുപോകണം. എന്നിട്ട് അവളൊരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. അതാണ് എനിക്കും അറിയാത്തത്. നമുക്ക് ആ വഴി കൂടെ അത് ലൈറ്റ് വെക്കണം കേട്ടോ. നമ്മൾ അതിനല്ലേ ഈ ഗുളോ സാധനം കൊണ്ടുവന്നേക്കുന്നത് അല്ലടാ? നല്ല വൃത്തികെട്ട സ്ഥലത്ത് ആ സ്പൂണായേക്കുന്നത്. കുറച്ച് മെനക്കെടേണ്ടി വരും. മിക്കവാറും നല്ല സ്ഥലത്ത് ആ സ്പൂണായേക്കണം. അത് കാരണം പറ്റാത്ത അതായത് വേറൊരു കാര്യം പറയാൻ നമ്മുടെ മറ്റേ പോലെ ഡിലിറ്റ് ആയിപ്പോയി. നിങ്ങൾ ആ വീഡിയോ വരത്തില്ല കേട്ടോ. മറ്റേ വേൾഡിൻ്റെ ആ വേൾഡ് ഡിലിറ്റ് ആയിപ്പോയി. ഇനി വരാൻ പോകുന്നത് ഈ വേൾഡിൻ്റെ ഇരിക്കുള്ളൂ. ഈ വേൾഡ് നമ്മൾ ഡിലിറ്റ് ആക്കത്തില്ല. നെതർ ഹബ്ബളോ ഡിലിറ്റ് ആക്കിയതല്ലാതെ മറ്റേത് നമ്മൾ ഡിലിറ്റ് ആയി പോയതാണ്. നമ്മുടെ ഈ ഗെയിം ഫസ്റ്റ് നമ്മളെ ഗെയിം കളിച്ചോണ്ടിരിക്കണായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞങ്ങൾ ആ ഗെയിം ഡിലീറ്റ് ചെയ്ത് ഫസ്റ്റ് കയറ്റിയത്. ഇത് രണ്ടാമത് കയറ്റിയതാണ്. ഇതുപോലത്തെ ബ്ലോക്ക് വെച്ച് എന്താ പ്രശ്നം? ഇങ്ങനെ ഇത് നെതർ ടീമിലെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണില്ല. നമുക്ക് പോളിസ്റ്റിക് ഗ്രാനൈറ്റ് എൻഡ് സ്റ്റോൺ അതൊക്കെ ആയിരുന്നു. ഇപ്പം നെതറിൽ ഇങ്ങനത്തെ ബ്ലോക്ക് കണ്ടിട്ട് ഇങ്ങനെ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സർവൈവലാക്കുമ്പോഴേക്കും മൃഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്യും. നിങ്ങൾ മറ്റേ ഷീപ്പ് അറ്റാക്കിയല്ല ഞാൻ പറഞ്ഞത്. പിഗിനെ പ്രത്യേകിച്ച് ഗാസ്റ്റിലെ മറ്റേ ആള് എൻഡർമാൻ.
അതിന് എൻ്റർനെയിം ഗൈസ്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റർമാൻ്റെ ഷട്ടർ അമ്മേ ഈസാൻ. ഞാനല്ല, ഞാൻ ഇപ്പം നെതറിൽ കൂടെ പുറത്തുപോയ മനുഷ്യനാണ്. നമുക്കിവിടെ വിളിച്ചെന്തൊക്കെ കൂടുതൽ പരിപാടിയൊന്നും ഇല്ലട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതോർത്തൊന്നും കളിയാക്കല്ലേ, നല്ല പണിയെടുക്കാൻ ചെയ്യണം. ഈ ബ്ലോക്ക് തന്നെ വെച്ചുവോ? നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കൊടുക്കാൻ പോണേ. നമ്മളിനി ഗ്ലോ സ്റ്റോൺ പറ്റാ ബിൽഡ് ചെയ്യാൻ പോണം. അങ്ങനെത്തുമ്പോൾ എന്തിനാണ് മാത്രം ചോദിക്കരുത്, കാരണം എനിക്കറിയാൻ പാടില്ല. പൊട്ടിച്ചിട്ടില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ നെതർ ഫോർട്ട്. ഞാൻ മറന്നു പോകണം. ഇത് നമുക്ക് അങ്ങ് ദൂരെ വരെ കൊണ്ടുപോകാം. എന്നിട്ട് ഇതുപോലത്തെ കേൾസൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഇങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് ഏതറ്റം വരെ രണ്ടര ഡിസ്റ്റൻസ് കൂട്ടിട്ടുള്ള ചെയിൻ കാണില്ലല്ലോ. ഇവൻ ഇവിടെയും നന്നായി വാഴ. ഞാൻ സർവൈവർ കളിച്ചിട്ട് തള്ളിട്ടവന് എല്ലായിടം സ്പായ. ഞങ്ങൾ വെറുതെ ഒന്നില്ലേ നെതറിൽ കയറാലോ, നെതറിലൊക്കെ കളിച്ചിട്ട് കുറേ നാളായില്ല എന്നും പറഞ്ഞിട്ടേ കയറിയതാണ് കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആളെ ഇരിക്കണ്, പിന്നെ പറയണ്ടല്ലോ നമ്മളെ പോയി എടവരെ കൊണ്ടുപോകുന്നുണ്ട് പോയി. നമുക്കങ്ങ് അറ്റം വരെ മിക്കവാറും ഈ വേൾഡ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തും? കഷ്ടപ്പാട്. അല്ല, അടിയിലൊരു ലൈറ്റ് വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ വല്ല നിലയും കുത്തി താഴ്ത്തോളൂടെ. അതപ്പൊക്കെ വെക്കാം. അടിയിൽ നമ്മൾ ഈ സാധനം വെക്കണം, നെതർ ബ്രിക്ക്. അങ്ങനെ ശരി. ഇത് വെളിച്ചത്തോടെ കുളിച്ചല്ലോ ഗൈസ് നമ്മളല്ലേ ഈ സാധനം. നമുക്കിനി വെളിച്ചത്തിന് ഒട്ടും ക്ഷാമം ഉണ്ടാകത്തില്ല. സെക്കൻഡ് പാർട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇതുവരെയായിട്ടൊരു OP ആർമർ പോലും ഉണ്ടാക്കിയിട്ടില്ല. നാളെ നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ആർമറും ടൂൾസും സെറ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും. ഇത്ര കൊണ്ടുപോയ പോലെ നമ്മൾ ഇവിടെ തന്നെ കുറെ ദൂരം കൊണ്ടുപോകണം. അറ്റ്ലീസ്റ്റ് ഒരു 10 ഒന്നും കാണാനില്ല. അയ്യോ ലാവ ഗൈസ്, ലാവുണ്ട്. നോക്കട്ടെ എവിടം വരെ. നമ്മുടെ ഒരു അമ്മായിൻ്റെ സൗണ്ടല്ലേ കേട്ടോ. അമ്മേ ഒരമ്മയപ്പനല്ല, ഇഷ്ടം പോലെ അമ്മ. എന്താ ഡിസ്റ്റൻസ്? നമുക്ക് ഈ നെതറിലൊരു ഫാമങ്ങാണ്. ഗായ്സ്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടണം. നിങ്ങൾ ലൈക്ക് സബ് അടിച്ച് പൊളിക്കുന്നു. ഒരു 10 ലൈക്കെങ്കിലും ഇടുക ഗൈസ്. നിങ്ങൾ നമുക്കൊരു 2000 ബ്ലോക്കെങ്കിലും വെക്കണ്ടേ ഗൈസ്. നിങ്ങൾ അതിനനുസരിച്ചുള്ള ലൈക്ക് ഇടുക ഗൈസ്. അല്ലടാ, ഇപ്പം എത്ര ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മളിപ്പോൾ 2000 ബ്ലോക്കൊക്കെ ആയിട്ടുണ്ടാവുമേ. അറ്റ്ലീസ്റ്റ് കുറച്ച് ദൂരത്തെങ്കിലും വെക്കണം ഇത്. എന്നാലും നമുക്ക് ഏതെങ്കിലും കാട്ടി പീസ് പോകണത്തുള്ളൂ. എന്നിട്ട് ആ സ്ഥലത്തിനൊരു പേരും കൊടുക്കണം. ഓക്കെ, അന്നെങ്കിൽ അത് കൊടുക്കാം. ഗുണക്കേവ്. നിങ്ങൾ മഞ്ഞമൽ ബോയ്സ് കണ്ടോ ഗൈസ്? കേവിൻ്റെ ഉല്ലാസ് പോകണമെങ്കിൽ നമുക്ക് ഗുണ കേവ് എന്നിട്ടല്ല. ശരിയാ ഗൈസ്.
ഇനി നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം ഗൈസ്. ഇവിടെ അടുന്ന് നമ്മുടെ അടുത്ത പോർട്ടൽ വരുന്നത്. എങ്ങനെയാണ് നമ്മളതിന് ഇത്രയും കഷ്ടപ്പെടണം? അടിയിലൊരു ഓട്ടം ഇട്ടിട്ടില്ല, അതിൽ കൂടെ ഇങ്ങനെ എന്താ സ്വർഗോ? വെളിച്ചത്തിൽ കുളിച്ചോ. അതൊന്നും വേണ്ട. നമുക്ക് ഇവിടെയും ക്ലോസ് സ്റ്റോൺ വെച്ചേക്ക്. എന്താണെങ്കിലും മൊത്തം ക്ലോസ് സ്റ്റോൺ ഇല്ലേ? പാത്ത് മാത്രമേ നമുക്ക് ഇതാക്കാനുള്ളൂ. എനിക്ക് ഇത്ര മെനക്കെടാൻ പറ്റുള്ളൂ. നമ്മൾ ഓഫ് ക്യാമറ ഒന്ന് ചെയ്യാൻ നോക്കാം. ബാക്കി പേടിക്കലുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ ഇല്ലല്ലോടാ. നമ്മളിത് ആ അറ്റം വരെയും പോയിട്ടില്ലേ? നമ്മൾ ഒരു നെതർ പൊട്ടൽ സെറ്റ് ചെയ്ത് ഏത് കാട്ടിലാ പോണേന്ന് നോക്കിയിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യും. സ്വിഫ്റ്റിൻ്റെ സീക്വല് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബൂട്ടിൽ. നമ്മൾ ഈ ബൂട്ട് പോലും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ ഇത്ര സ്പീഡ് സ്നേക്ക് നടക്കാന്ന് വെച്ചു. സാധാരണ ഇത്ര സ്പീഡില്ലല്ലോ, ഗെയിം ക്രാഷ് ആയി. നാളെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാമേ. ഒന്നാമത് കയറി പോകണ്ട, ഒന്ന് തലയും കൂടി ചാവേണ്ടേ. രണ്ടാമത് കയറി പോകണ്ട, അവിടെ തലയും കൂടി. മൂന്നാമത് കയറി പോകണ്ട, അവിടെ തലയും കൂടി. ഒരു ലാൻഡ് വരെയെങ്കിലും എത്തിയിരുന്നു. ഇത്ര മതി. എത്തി എത്ര നേരത്ത് കഷ്ടപ്പാടുകളാ. വേഗം വെക്കടാ മണ്ടാക്കുണാപ്പ പോർട്ടൽ. ആക്കളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് പൊട്ടി. ഏതോ ഒരു പോർട്ടൽ ഉള്ളിൽ കയറണ്ടേ? ഉള്ളിൽ കയറാൻ നമുക്കിപ്പോൾ തന്നെ ചെയ്യാം ഗൈസ്. അങ്ങനെ നമുക്കാദ്യം കയറാറ്റില്ല ഗൈസ്. അയ്യോ, ഇതെങ്ങോട്ടാ ഗൈസ് പൊളിച്ചത്? ഗൈസ് ഇല്ലേ ഇരുന്ന് കത്തിച്ചേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. നമുക്ക് വീഡിയോ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഇഹ്സാൻ വന്നിട്ടില്ല ഗൈസ്, അവിടെ നിന്ന് പൊളിച്ചേക്കാം. എല്ലാം അറിയാതെ ഞാൻ വീണ ഉണ്ടായിരിക്കും എന്നറിയോ? സ്പീഡിൽ പൊക്കോളി. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗായ്സ്. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗായ്സ്.